നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും. എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത സമയങ്ങൾ. നമ്മൾ ഏറെ നാളുകളായി മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരാഗ്രഹം അത് എപ്പോൾ നടക്കുമെന്ന് അറിയാതെ കാത്തിരിക്കുന്ന അവസ്ഥ. ഒരുപാട് പേർക്കത് ഒരു ജോലിയാകാം, ചിലർക്കത് വിവാഹം നടക്കണമെന്ന ആഗ്രഹമാകാം, മറ്റൊരാൾക്ക് വീട് നിർമ്മിക്കണം, വാഹനം വാങ്ങണം, അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി നേടണം. ഇങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലും ദീർഘകാലമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ ആഗ്രഹം ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുമോ? നടക്കുകയാണെങ്കിൽ എപ്പോൾ നടക്കും? അതിനായി ഞാൻ തുടങ്ങേണ്ടത് ശരിയായ സമയം ഏതാണ്? ഇന്നത്തെ ഈ തൊടുകുറി വിശകലനത്തിലൂടെ അത്തരം ചോദ്യങ്ങൾക്ക് ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കാം. ഇന്നിവിടെ 3 വാതിലുകളാണ് നിങ്ങൾക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വാതിൽ, രണ്ടാമത്തെ വാതിൽ, മൂന്നാമത്തെ വാതിൽ. ഈ 3 വാതിലുകളിൽ നിങ്ങളുടെ ഭാഗ്യത്തിലേക്കുള്ള ഒരു സൂചന ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. നിങ്ങൾ ഏറെ നാളുകളായി മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പ്രധാന ആഗ്രഹം ഇപ്പോൾ മനസ്സിൽ വ്യക്തമായി ചിന്തിക്കുക. ശേഷം ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കുക. എന്റെ ജീവിതത്തിലെ ഈ ആഗ്രഹം എപ്പോൾ നടക്കും? അതിലേക്ക് ശരിയായ വഴികാട്ടി തരയണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഈ 3 വാതിലുകളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന വാതിൽ ഏതാണെന്ന് നോക്കുക. 1-ാം വാതിലാണോ, 2-ാം വാതിലാണോ, 3-ാം വാതിലാണോ? ഒരുപാട് ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സ് പറയുന്നത് തന്നെയാണ് ശരിയായ തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ നിങ്ങൾ ഒരു വാതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏത് വാതിലാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ രൂപമായി ഇവിടെ കമന്റ് ബോക്സിൽ എഴുതാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്രമമനുസരിച്ച് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ചുവപ്പ് നിറമുള്ള വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ചുവപ്പ് നിറം എന്ന് പറയുമ്പോൾ ത്യാഗം, യൗവനം, ആവേശം, ആനന്ദം എന്നിവയെ പുറപ്പെടുവിക്കുന്ന ഒരു നിറം തന്നെയാണ്. അതിൽ സംശയമില്ല. അതുപോലെ തന്നെ തടസ്സത്തെയും റിഫ്ലക്റ്റ് ചെയ്യാൻ ചുവപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ചുവപ്പ് നിറത്തിലുള്ള വാതിൽ തിരഞ്ഞെടുത്ത നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങളും മാനസിക വിഷമങ്ങളും നിങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് നേരിടുന്നുണ്ട്. അതായത് ഒരു കാര്യത്തിലും അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ തന്നെയും ചുവപ്പ് നിറത്തിലുള്ള വാതിൽ തിരഞ്ഞെടുത്ത നിങ്ങൾ ഇപ്പോഴത്തെ ആ ശുഷ്കാന്തി വെച്ച് നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും അടുത്ത 3 മാസത്തിനുള്ളിൽ വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം 3 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നടന്നു കിട്ടുന്നതാണ്. എന്നാൽ അത് കൃത്യം 3 മാസം വരെ കാത്തിരിക്കേണ്ടതായി വന്നേക്കില്ല. 27 ദിവസം മുതൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള 90% സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഇടവേളയോട് കൂടി കണക്ക് പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ പലതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇതുപോലൊരു കണക്ക് അവതരിപ്പിച്ചത്. എന്നാൽ ജീവിതത്തിൽ നല്ല കാര്യപ്രാപ്തിയുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുമെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ വെച്ച് വ്യാഴാഴ്ച വരുന്ന ദിവസമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാനോ അല്ലെങ്കിൽ അത് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനോ ഉത്തമമായിട്ടുള്ള ഒരു ദിനമെന്ന് പറയുന്നത്. ഇതൊരു വീടിന് ലോൺ എടുക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നതുമായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ജോലിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതുമായിരിക്കാം. നിങ്ങൾ പോകുന്നത് അങ്ങനെ ഏതുമാകാവുന്നതാണ്. ഇതിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉടൻ കർമ്മ പുരോഗതി വന്നു ചേരുവാൻ പോവുകയാണ്. ഇതിവിടുന്ന് അങ്ങോട്ട് ചെറുതായി വളർച്ച പ്രാപിച്ചു എന്നുകൂടി. എന്നാൽ 2 വർഷം അതിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് പാഴായിപ്പോയ, അതായത് കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത അത്രയും നേട്ടം, അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും സമ്പാദിക്കാനായില്ലല്ലോ എന്ന ആ ഒരു സങ്കടം ഈ വരുന്ന 2 വർഷം കൊണ്ട് മാറിക്കിട്ടുന്നതാണ്. അതിന് തക്കതായ പുരോഗതി നിങ്ങൾ കർമ്മമേഖലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ധനസമ്പാദനത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല.
കർമ്മമേഖല ഉയർന്നു കിട്ടിയാൽ ധനസമ്പാദനം ഉണ്ടായിത്തീരുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗ്യനിറത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചുവപ്പ് നേരിയ തോതിലെങ്കിലും ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറയാൻ കാരണം അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതാണ്, അതായത് മാറ്റുകൂട്ടുന്നതാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ചുവപ്പ് ഡ്രസ്സ് ഇടണമെന്നല്ല. ഇത് പറഞ്ഞതിന്റെ ചുരുക്കം സാരി ആയാലും ബ്ലൗസ് ആയാലും പാൻസ് ആയാലും ഷർട്ട് ആയാലും ശരി, അതിൽ ചുവപ്പിന്റെ ഒരു പാറ്റേൺ എങ്കിലും ഉണ്ടായാൽ അത് നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ തരുന്നതാണ്. നിങ്ങളെ ഇടപെടുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്കത് നടന്നു കിട്ടുമെന്ന് ചുരുക്കം. ഇത് നിങ്ങൾക്ക് പല മേഖലയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് സ്ത്രീകൾക്കാണെങ്കിലും ചുവപ്പ് നെയിൽ പോളിഷായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെരുപ്പ്, ബാഗോ, കുട എന്ന് വേണ്ട സർവ്വതും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പാറ്റേൺ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ചുവപ്പ് കളറിന് പ്രാധാന്യം നൽകുക. അങ്ങനെയാകുമ്പോൾ ഒട്ടും ആയാസപ്പെടാതെ തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിലും വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ വാതിലായിട്ടുള്ള പച്ച നിറത്തിലെ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറം പച്ച നിറമാണ്. തടസ്സമില്ലാതെ, അതായത് അനുമതിയെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച നിറം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ പച്ച നിറത്തിലുള്ള വാതിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലം നോക്കിയാൽ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഒരു തൊട്ടാവാടി സ്വഭാവമുള്ളവരാണ്. അതായത് ആരെങ്കിലും ഒന്ന് മുഖം കറുത്ത് സംസാരിച്ചാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് അപ്സെറ്റ് ആയി പോകുന്നവരാണ്. എന്നാൽ അതുപോലെ തന്നെ അതേ വേഗത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനുള്ള ഒരു പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടാലും ആത്മവിശ്വാസം കൊണ്ട് തന്നെ വീണ്ടും പരിശ്രമിച്ച് നിങ്ങൾ അതിൽ കൂടുതൽ കരുത്തോടു കൂടി തിരിച്ചു വരുന്നതുമാണ്. അങ്ങനെ ഒരു സ്വഭാവ സവിശേഷത ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നതും. പറയാൻ കാരണം വളരെയധികം ആളുകളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ അവരാരും വേണ്ട രീതിയിൽ പ്രത്യുപകാരം ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും കിട്ടിയിട്ടില്ല എന്ന് സാരം. ഇത് പറയാൻ കാരണം ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇന്ന ആളുകളിൽ നിന്നും ഒന്നും ഇന്ന രീതിയിൽ ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടാതിരിക്കില്ല, ഞാൻ അവരെ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും, അങ്ങനെ ബോധ്യമാകണമെങ്കിൽ പോലും അവരുടെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അവര് നിങ്ങളെ വേണ്ടത്ര പരിഗണന നൽകാതെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ആത്മവിശ്വാസം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങൾ അത്ര കാര്യമാക്കി എടുക്കാറുമില്ല. അപ്പോൾ ഇവിടെ ഈ തൊടുകുറിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ നടന്നു കിട്ടുമെന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിലും അത് നിങ്ങൾക്ക് 1 മാസവും 12 ദിവസവും കഴിയുന്നതിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ്. കാരണം തൊടുകുറി ഫലത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 22 ദിവസം മുതൽ 1.5 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നടന്ന് കിട്ടുന്നതാണ്. എന്നാൽ ഇതിൽ വളരെയധികം ഭാഗ്യമുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റിന് മുൻപേ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും അനുയോജ്യം ആയിട്ടുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇതിന് ഇറങ്ങി പുറപ്പെടുവാൻ അല്ലെങ്കിൽ ഒരു ശുഭാരംഭം കുറിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമായിട്ട് ഇവിടെ എടുത്തു പറയുവാനുള്ളത്. അതായത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്താൽ, ഇതിനു മുന്നിട്ട് ഇറങ്ങിയാൽ മറ്റ് ദിവസങ്ങളെക്കാൾ 10 മടങ്ങ് ഈ കാര്യം നടന്നു കിട്ടുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൂടുതൽ കൈവരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ദൈനംദിന ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതുപോലെ തന്നെ ആഭരണങ്ങൾ അണിയുമ്പോഴും ഈ മറ്റു വസ്തുക്കളെല്ലാം ഇത് ഈ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യുമ്പോഴും അതിൽ പച്ച നിറം പരമാവധി ഉൾപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇതിനർത്ഥം പരിപൂർണമായിട്ട് പച്ച നിറം ആയിരിക്കണമെന്നല്ല. ഇവിടെ ഈ പറഞ്ഞു വരുന്നത് ഭാഗികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അതൊരു നേരിയ തോതിൽ ഒരു പാറ്റേൺ ആയിട്ടെങ്കിലും അത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം 10 മടങ്ങ് വർദ്ധിച്ചു കിട്ടുന്നതാണ്. ഇത് പ്രത്യേകിച്ചും നിങ്ങളുടെ ജോലി സ്ഥലത്തും ധനവുമായി ബന്ധപ്പെട്ട മേഖലകളിലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഇടയിലും എല്ലാം നിങ്ങൾക്ക്
തിളങ്ങാനായിട്ട് വളരെ നല്ല അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്ന 1.5 മാസത്തിനുള്ളിൽ വന്നു ചേരുവാൻ പോകുന്നത്. ശ്രദ്ധയോടെ അത് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ ആയാൽ ജീവിതം വളരെ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വന്നു കിട്ടുന്നതുമാണ്. ഇത് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു ആഗ്രഹവുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആഗ്രഹം നടന്നു കിട്ടുമെന്ന് 100% ഉറപ്പാണ്. അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതുമാണ്. വളരെയധികം സുഹൃത്തു ബന്ധങ്ങളും വന്നു ചേരും എന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ വരുന്ന 1.5 മാസം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു സമയം തന്നെയാണ്. അതായത് 1 മാസം തന്നെയാണ്. ഇത്രയുമാണ് പച്ച നിറത്തിലുള്ള വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3-ാം നമ്പർ വാതിൽ തിരഞ്ഞെടുത്ത്, അതായത് നീല നിറത്തിലുള്ള വാതിൽ തിരഞ്ഞെടുത്ത് മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുവാൻ പോകുന്നത്. 7 നിറങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ അത് നീല നിറം തന്നെയാണ്. അതായത് തൂവെള്ള തുണികളിലും ചുവരെഴുത്തുകളിലും നീലയ്ക്ക് പ്രത്യേകം പ്രാധാന്യം നൽകാൻ കാരണം മറ്റു നിറങ്ങളോടൊപ്പം ചേരുമ്പോൾ ഇവയ്ക്ക് പ്രത്യേകം ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ കാര്യമെടുത്താൽ, അതായത് ഈ നീല നിറത്തിലുള്ള വാതിൽ തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യമെടുത്താൽ നിങ്ങൾ വളരെ ശുദ്ധഗതിക്കാരാണ്. എന്നാൽ നല്ല മനസാന്നിധ്യം കൈമുതലാക്കിയ ജീവിതം നയിക്കുന്നവരുമാണ്. എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള അലക്കി ഇസ്തിരിയിട്ട പോലുള്ള വസ്ത്രം ധരിച്ചു നടക്കുന്ന താല്പര്യമുള്ളവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ പ്രസന്നമായ മുഖവും ജീവിതത്തിൽ ഇടപെടുന്ന ഏത് കാര്യങ്ങളിലും നല്ല വൃത്തിയും വെടുപ്പും മുന്നിൽ നിൽക്കണമെന്ന് പ്രത്യേകം നിഷ്ഠയുള്ള ആളുകളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന നിങ്ങളുടെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അതിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്നതാണ്. എന്നാൽ അവസാന നിമിഷം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ടത് നിങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിത്തെറിച്ചു പോകുന്നതുമാണ്. അതായത് ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥാവിശേഷമാണ് സംജാതമാകുന്നത്. എന്നുവെച്ചാൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും അവസാന നിമിഷം ഭാഗ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എത്രയധികം വീഴ്ചകൾ ഉണ്ടായാലും ശരി, വീണ്ടും വീണ്ടും ശ്രമിക്കുവാനുള്ള ആ ഒരു ത്വര നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയത്തിലേക്ക് പോകുന്നതല്ല. അതുമാത്രവുമല്ല, ഒരുപാട് ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന കാലഘട്ടത്തിലേക്കാണ് ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉടനെ നടന്നു കിട്ടണമെന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ആഗ്രഹം, അതായത് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ആ ആഗ്രഹം കൃത്യം 1 മാസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ്. ഒരുപക്ഷെ വരുന്ന 10 ദിവസം മുതൽ അങ്ങോട്ടിത് നടന്നു കിട്ടാനും മതി. അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യം നിങ്ങളിൽ എത്രയധികം പ്രവർത്തിക്കുന്നുണ്ടോ അതനുസരിച്ച് ഈ കാര്യത്തിന് വേഗത കൂടുന്നതാണ്. ഇതിലിപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഈ കാര്യത്തിന്റെ പേരിൽ കുറച്ച് സങ്കടകരമായിട്ടുള്ള അവസ്ഥ നിങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ, പക്ഷേ ഇവിടെ നിങ്ങൾ ഈ നീല നിറത്തിലുള്ള വാതിൽ തന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഇനി അതിനുള്ള വേഗത വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ്. അതുമാത്രവുമല്ല, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത സൽപ്രവൃത്തികളുടെ ഫലം അത് ഈശ്വരാനുഗ്രഹമായി നിങ്ങളിലേക്ക് തന്നെ വരുവാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നടത്തുവാനായിട്ട് അല്ലെങ്കിൽ അതിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനായിട്ട് അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ്. ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നീല നിറം അതിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് പൂർണ്ണമായിട്ട് നീല നിറത്തിലുള്ള സാരിയോ ബ്ലൗസോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് വളരെ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നീല കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിലേക്കുള്ള മറ്റുള്ളവരുടെ മുൻപിൽ വളരെ വലിയ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതുമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും നീല നിറം ചെറിയ രീതിയിലെങ്കിലും, അതായത് ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്തുവാനായാൽ അതിനെല്ലാം വളരെ വലിയ വിജയം ഉണ്ടായിത്തീരുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ജോലി ചെയ്യുന്ന മേഖലയിൽ, സാമ്പത്തിക മേഖലയും കുടുംബവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയിലും അടുത്ത 1 മാസത്തിനുള്ളിൽ വളരെ വലിയ ഉയർച്ചയാണ്
കാത്തിരിക്കുന്നത്. ഇതിന്റെ പരിപൂർണ വളർച്ച എന്ന് പറയുന്നത് അടുത്ത 5 മാസത്തിനുള്ളിൽ സാധിക്കുന്നതാണ്. പറയാൻ കാരണം ഈ പറഞ്ഞ എല്ലാം കൂടി ഒരുമിച്ച് ഒരേ സമയം ഉയർന്നു കിട്ടിയില്ലെങ്കിലും അടുത്ത 5 മാസത്തിനുള്ളിൽ ഓരോന്നോരോന്നായിട്ട് ഉയർന്നു കിട്ടി പരിപൂർണമായി നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 5 മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടുന്നതാണ്. ഇത്രയുമാണ് നീല നിറത്തിലുള്ള 3ാമത്തെ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഈ തൊടുകുറി ശാസ്ത്രത്തിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും ഞാനിവിടെ പറഞ്ഞതും അത് അതുപോലെ തന്നെ വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് ദിനവും പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.